യഹോവേ, ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ അത്രേ ശിക്ഷിക്കണമേ. യിരെമ്യാവ് 10:24. മനുഷ്യരായ നമ്മൾ പലപ്പോഴും തെറ്റുകളിലേക്ക് വഴുതി വീഴാറുണ്ട് അല്ലേ? ഒരു പിതാവ് തൻ്റെ മകനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ തെറ്റു ചെയ്യുമ്പോൾ ശിക്ഷിക്കാറുണ്ട്. അതുപോലെ ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് നമ്മെ വെറുക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. ഈ വചനത്തിൽ യിരെമ്യാവ് പറയുന്നത്, നീ എന്നെ ന്യായത്തോടെ ശിക്ഷിക്കണമേ എന്നാണ്. ദൈവത്തിൻ്റെ ന്യായം എന്നത് കേവലം ശിക്ഷ മാത്രമല്ല, കൃത്യമായ അളവിലുള്ള തിരുത്തലുകളാണ്. നമ്മെ നശിപ്പിക്കുവാനല്ല, നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യഹോവയായ ദൈവത്തിൻ്റെ കോപം അഗ്നി പോലെയാണ്. അത് സഹിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. എന്നാൽ ദൈവം നമ്മുടെ ബലഹീനത അറിയാവുന്നവനാണ്. നാം പൂർണ്ണമായി തകർന്നു പോകുന്ന വിധത്തിൽ നമ്മുടെ സഹനങ്ങൾക്കുമപ്പുറം അവൻ നമ്മെ പരീക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ കഷ്ടതകളോ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് കരുതി നാം ഭാരപ്പെടേണ്ടതില്ല. പകരം, കർത്താവേ, എന്നെ തിരുത്തേണമേ, എന്നാൽ നിന്റെ കരുണ എന്നിൽ നിന്ന് മാറ്റരുതേ എന്ന് യിരെമ്യാവിനെ പോലെ പ്രാർത്ഥിക്കാം. നമ്മെ ഇല്ലാതാക്കാനല്ല, മറിച്ച് ദൈവരാജ്യത്തിനായി ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നത്. ആമേൻ.